ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ചപ്പാത്തി, ചോറ്, ദോശ എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മുട്ട റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 4 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്, ബോയിൽ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഒരെണ്ണം 8 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോ മുട്ടയും 8 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും. ഇനി നമുക്കതിലേക്ക് 4 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു മുട്ടയ്ക്ക് 1 സവാള എന്നുള്ള കണക്കിൽ വേണം ഇത് തയ്യാറാക്കാൻ, എന്നെങ്കിൽ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. എരിവ് അനുസരിച്ച് പച്ചമുളക് 2 എണ്ണയും ചേർക്കുന്നുള്ളൂ, എരിവ് അനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. മുട്ടയ്ക്ക് കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആട്ടോ, അതുകൊണ്ടാണ് കറിവേപ്പില മെയിനായിട്ട് കറിവേപ്പില ചേർക്കണം. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വാടി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 ടൊമാറ്റോ, 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നാടൻ തക്കാളിക്ക് നല്ല പുളിയായിരിക്കും, അതാണ് 2 എണ്ണം ഇട്ടാൽ മതി. ഇത് ആപ്പിൾ തക്കാളി ആയതിന് പുളി കുറവാണ്, അതുകൊണ്ട് 3 തക്കാളി ഇടുമ്പോൾ ടേസ്റ്റും കൂടും, അതുകൊണ്ടാണ് 3 എണ്ണം ഇട്ടത്. ഇത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളി, കൂടുതൽ സോഫ്റ്റ് ആവണ്ട, എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ അങ്ങ് ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണമൊക്കെ അങ്ങ് കുറയും. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കാം. എനിക്കിത്ര എരിവ് മതി, 2 എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം, മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിടുക. അതെ, 1 ടീസ്പൂൺ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുട്ട കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 മുട്ട, ഒരെണ്ണം 8 പീസായിട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ. ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലേ, ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയത്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോറ്, ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെ, നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.
നന്ദി, നമസ്കാരം. താങ്ക് യു.